Hey guys, welcome back to my new video. Guys, നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒന്നുമില്ല. എൻ്റെ വണ്ടിമ കണ്ട ഞാൻ പുതിയതായിട്ട് എൻ്റെ വണ്ടിമ അടിച്ചതാണിത്. എങ്ങനെയുണ്ട്? എന്ത് സാധനം ശരിക്കും? എടാ എന്നിട്ടാണത്? എടാ ഇത് സ്കുഡ് ഗെയിം ആടാ. സ്കുഡ് ഗെയിമാ? സ്കുഡ് ഗെയിം ഇതല്ലല്ലോ ശരിക്കും. എടാ നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്നൊന്നുമില്ല പ്രത്യേകിച്ച് പരിപാടി. ടൂർ പോയാലോ? ഒരു മിനിറ്റ്. ടൂർ പോവാ. എവിടെ പോവും? ഇന്നത്തെ പ്രധാന വാർത്തകൾ. നമ്മളുടെ മൗണ്ടനിൽ ഒരു ടൈറ്റാനിക് ഇടിച്ചു കയറിയിരിക്കുന്നു. അങ്ങോട്ട് പെടച്ചിട്ടോ അങ്ങോട്ട് വിടാ. അത്രേ ഉള്ളൂ. നീ എങ്ങനെ ഇവിടെ എത്തി? മാമന്റെ ഡിക്കിലായിരിക്കണ്ട്. അപ്പൊ സ്കൂളിൽ പോയില്ലേ നീ? സ്കൂളിൽ പോയിട്ട് ബസ് സ്റ്റോപ്പ് എന്നിട്ട് ഞാൻ ഓടി ഡിക്കി കയറി. ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തന്നല്ലോടാ. മാമ സ്കൂളെത്തുമ്പോ നിർത്തണേ. കൊക്കിക്കോ. എടാ കുഞ്ഞിക്കുരുപ്പേ. ഹലോ കുഞ്ഞിപ്പുരുപ്പേ. കുഞ്ഞിപ്പരിപ്പിനെ കൊണ്ട് മിഠായി വേണോ? പെട്രോൾ അടിക്കാൻ കയറി വെച്ചാടി ഇറങ്ങൂ. ഞാൻ പെട്രോൾ അടിക്കാൻ നിർത്തൂല. നിർത്തും. വണ്ടി ഓടിക്കണോ നീ? ആള് സ്പീഡിൽ പോണ്ടേ. ഞാൻ പെട്രോൾ അടിച്ചിട്ട് വരാം. എന്റെ വണ്ടി ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ട്. രണ്ട് മിഠായി തരുമോ? മിഠായി വേണോ മോനെ? ഏത് മിഠായിയാണ് വേണ്ടത്? ഏതെങ്കിലും മിഠായി എടുക്ക്, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഒരു 10,000 രൂപയുടെ മിഠായി എടുക്കട്ടെ? മോനെ 30,000 രൂപ ഗൂഗിൾ പേ. നല്ല ടേസ്റ്റ് ഉണ്ട് മിഠായി. എന്നാലും കുഞ്ഞിപ്പുരുപ്പ ഇത് വേണ്ടായിരുന്നിട്ടാ. 30,000 രൂപ 3 മിഠായിക്ക്. എന്തിനാണ്ട എന്റെ കാശ്? അവന്റെ ഗൂഗിൾ പേ എന്നല്ലോ. മിഠായിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 10,000 രൂപയുടെ മിഠായി തുഷ്ടമാച്ച എൻ്റെ ആകെ ബാക്കി 1,50,000. കടക്കാരൻ കൊച്ചിന് പറ്റിച്ച്. ഇത് 10 രൂപയുടെ മിഠായാ. എടാ എൻ്റെ ആകെ 1,10,000 രൂപ ഉണ്ടായുള്ളൂടാ. അതിനാണ് ഇവൻ കൊണ്ടായി. അത്രയും രൂപ ഉണ്ടായിട്ടാണപ്പോ. എടാ 3 ലക്ഷം എന്നൊക്കെ പറയുമ്പോ നീ വിചാരിക്കണ പോലെ അല്ല. ഞാൻ ഒരു പുതിയ ഡോഡ്ജ് ചാലഞ്ചർ വാങ്ങാനായിട്ട് വെച്ചേക്കണായിരുന്നു. മാമനെ പേടിക്കാൻ നോക്കിയിരുന്നു. ഞാൻ വാങ്ങിയ നീ എനിക്ക് എന്ത് തരുവോടാ? കുഞ്ഞിപ്പുരുപ്പേ, ഞാൻ വാങ്ങിയ നീ എനിക്ക് എന്ത് തരൂ പറ. ഞാനൊന്നില്ല. എന്നാ ഞാനിന്ന് വാങ്ങിട്ട് തന്നെ കാര്യം. ഡോഡ്ജ് വാങ്ങൂല. പക്ഷെ ഞാൻ ഏതുകൊണ്ടിയാണ് ഞാൻ ഓടിയെടുക്കും. ഓടിപ്പോവാ ചാടിവാ കണ്ണാ, ഓടിപ്പോ ചാടിവാ കണ്ണാ, അതെടുക്കും ഞാൻ. എന്തിട്ടൊക്കെയാടാ പറയണത്? രണ്ടു തല്ലിക്കൊണ്ടിരിക്കടാ. എന്തിട്ടാ പ്രശ്നം? നിന്റെ കൊക്കോ പോളോന്ന്. ഇയാള് വരുന്നുണ്ടാ? ഞാൻ വരുന്നുണ്ട്. എന്നാ പിന്നെ മര്യാദക്ക് വന്നാ മതിയില്ലേ? അല്ല എന്തേ നീ ഇവന്റെ വീട്ടിൽ കയറിയിരുന്നോ? എന്നാ അടുത്ത ടൂറൊക്കെ നീ ഒറ്റയ്ക്ക് പോയാ മതി. ഞാൻ എന്റെ വീട്ടിലിത്തോണ്ട്. പിന്നെന്തിനാ ഇങ്ങനത്തെ കാര്യം പറയണേ? ഓടിവാ കണ്ണാ ചാടിവാ കണ്ണാ, പാട്ട് പാടാനും അറിയില്ല. കണ്ണാ കണ്ണാ മിന്നലേ കുഞ്ഞിക്കണ്ണാ കണ്ണാ കണ്ണാ. കുഞ്ഞിപ്പൊരിപ്പ് ഒരു പാട്ട് പാടിത്തരുവോ? ഇല്ല. പാട്. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. എന്നാ കജെങ്കി കജ. പണ്ട് 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 രാജാവ് രാണി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് സ്ഥലത്തിരുന്ന് അതായിട്ട് കടന്ന് പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും ചത്തുപോയി. കഥ കഴിഞ്ഞു. ഞാനൊരു കഥ പറയട്ടെ. പണ്ട് 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 ഗൊഗ്ഗോമോൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. ഇതിലായിരുന്നു വഴി. ഇതിലേ പോണം എന്ന് പറഞ്ഞാൽ അല്ല, ഗൊഗ്ഗോമോനല്ല. പണ്ട് 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 കുഞ്ഞിപ്പുരുപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ കുഞ്ഞിക്കുരുപ്പിന് മിഠായി എന്ന് പറഞ്ഞത് ജീവനാ. അപ്പൊ ഒരു ദിവസം കുഞ്ഞിക്കുരുപ്പ് പണ്ട് 30,000 രൂപയാകെ ഉണ്ടായുള്ളൂ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി. ഇതേ പോണവൻ നീ ഓടാ.
എടാ ഇവിടെ എന്താ വഴി? നിന്റെ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞിട്ട് നീ അവിടെ നിർത്തിയല്ലേ, ഞാൻ പഠിച്ചോട്ടെ. എടാ ഇവിടെ എന്താ വഴി? ചേട്ടാ അത് ആദ്യം പറയുന്നുണ്ട്. ഞാൻ തിരിച്ചിട്ട് വരാൻ നോക്കാം. ആ പണ്ട് അയ്യോ അവൻ വന്നിട്ട് പറയാ, കുഞ്ഞിപ്പുരുപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിന്നോടല്ല പറയാ, ഇങ്ങോട്ട് വാടാ. അത് ഞാൻ വണ്ടി ചേർത്തുന്ന വാ വേഗം. എടോ വാടോ വാടാ. കാട്ടി പറ്റൂല. അവിടെ ആകെ ആ നാട്ടുകാർക്ക് മൊത്തത്തില് 30,000 രൂപയെ ഉണ്ടായുള്ളൂ. ഇങ്ങോട്ട് വാ. എടാ കൂർക്കം വലിക്കല്ലേ, ഉറങ്ങല്ലേ, നിനക്ക് കഥ കേട്ടിട്ട് ഉറങ്ങിക്കോ. 30,000 രൂപയെ ആകെ ഉണ്ടായുള്ളൂ എല്ലാവർക്കും കൂടി. പക്ഷെ ആ കുഞ്ഞിക്കുരുപ്പ് എന്ന് പറഞ്ഞ കുഞ്ഞിക്കുരുപ്പൻ പോയിട്ട് ആ പൈസക്ക് 3 മിഠായി വാങ്ങിയിട്ട് മൊത്തം തിന്ന് തീർത്ത്. എന്തിട്ടാണ് നീ കാട്ടറേ? എടി കുഞ്ഞിക്കുരുപ്പ് കിടന്ന് ഉറങ്ങണ്. അങ്ങനെയാണ് കുഞ്ഞിക്കുരുപ്പ് എന്ന് പറഞ്ഞ ആള് എല്ലാരും കൂടി കുഞ്ഞിക്കുരുപ്പിനെ കൊന്ന് 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 ഈ കത്തിച്ചില്ലാണ്ടാക്കി. എന്നിട്ട് കുഞ്ഞിക്കുരുപ്പിന്റെ 2ാം ജന്മമാണിത് ഗൈസ്. അയാം കുഞ്ഞിക്കുരുപ്പൻ. മാമ എവിടെ ഷിപ്പ്? എടാ ഇപ്പൊ തോപ്പ ഗൈസ്, ഞാന് കുറച്ച് റെസ്റ്റ് അങ്ങ് എടുക്കട്ടെ. ഇനി റെസ്റ്റ് എടുത്തിട്ട് കാണാം. അപ്പൊ കണ്ണാ ചാടിവാ വണ്ടി. ഇയാളെ എപ്പോഴും ഓടിവാ കണ്ണൻ ഗൈസ്. അപ്പൊ അവിടെ നിന്ന് നമ്മ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും, നേരെ ഇവിടൊക്കെ ഉണ്ടാവും. അവനെ പോലെ ഉള്ളവരൊക്കെ ഈ മണ്ണിൽ കൂടെ പറഞ്ഞ് കത്തിച്ചു പോവും. നമ്മുടെ കോപ്പറോട്ട് വണ്ടിയല്ലടാ, പറപ്പിച്ചാ പോവുള്ളൂ. അപ്പൊ ഇനിയിപ്പൊ ഞാൻ വന്ന വഴി തന്നെ നിങ്ങൾ വരിക. എന്നിട്ട് ഇതിങ്ങനെ പോയി 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 ഞാനപ്പളേ ഷിപ്പിലെത്തിട്ടാ, നീ പേടിക്കണ്ട. ഓക്കെ 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 ഇങ്ങനെ പോയി പോയി പോയി. അപ്പൊ ഇവിടെ ഇങ്ങനെ വണ്ടി കൊടുങ്ങും. മാമ ഞാൻ മിസ്റ്റർ കില്ലാടിയുടെ വണ്ടിയിലിരിക്കണേ. നീ അവിടെ എത്തുന്നോ? പോയി പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് കയറിയിരുന്നു. ഓക്കെ അപ്പൊ പോയി 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 ഇതിങ്ങനെ ഒരു വഴിയുടെ അവിടം വരെ എത്തും. ഇതിങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വാൾ റൈഡൊക്കെ ചെയ്ത് പോകണം. അപ്പൊ ഇതിങ്ങനെ ഒരു കയറ്റം കാണും. ഇവിടെ നിന്ന് ഈ കയറ്റം ഇങ്ങനെ പതിയെ കയറ്റുമ്പോ ഷിപ്പ് കാണും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ച് പോയിട്ട് ഇങ്ങനെ മാമന് വണ്ടി ഓടിക്കാൻ അറിയില്ല സത്യം. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഞാൻ ഇനി കാണിച്ചു തരാടാ. മാമൻ ഉദ്ദേശിച്ച വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നോ? ഞാൻ ഇനി കാണിച്ചു തരാടാ. കടത്തിരുന്നു നോക്കിരുന്നു. ഓക്കെ 3, 2 വണ്ടി പോയി. അയ്യോ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും കാണിച്ചിരിക്കും, നീ നോക്കിക്കോടാ. ഇയാളോട് ഇവിടെ തന്നെ ഇരിക്കുള്ളൂ, വണ്ടി ഓടിക്കാനും അറിയില്ല. ഞാൻ ഈ പ്രാവശ്യം ഒരു BMW വെച്ച് ഷോർക്കാൻ വന്നേക്ക്. ഞാനിപ്പോ വരും. 3 വണ്ടിയുടെ പറഞ്ഞതോളായിരുന്നല്ലേ വണ്ടി ഇടിച്ചേറ്റിയത്. ഇത് നോക്കിയേ ഗായ്സ് നിങ്ങൾ, രക്തക്കറകൾ, നിറച്ച് ചോരയുള്ള. ഇവിടെ ആൾക്കാരൊക്കെ മരിച്ചു നോട്ടെ. ഡ്രൈവർ മാത്രം രക്ഷപ്പെട്ടു, പൈലറ്റാ. എന്നിട്ടാ പറയാ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, കാരണം അയാളുടെ ഭാഗം ഫ്രണ്ടാണ്. ഒറ്റ ചാട്ടം ചാട്ടി അവിടുന്ന്. അപ്പൊ ഞാൻ ഡ്രോൺ വെച്ചൊന്ന് നിങ്ങക്ക് കാണിച്ചു തരാം. ഇതെന്താണ്? വാട്ട് ഹാപ്പൻഡ്? ഇതെന്താണിത്? വണ്ടി കയറിയിരിക്കണ്ടാ. ഞാൻ വണ്ടി മാറി കളിക്കല എന്റെ പണി. ആ സ്റ്റെപ്പ് കേറാൻ പറ്റുമോ സംശയം. വണ്ടി മറിഞ്ഞു കിടന്നടാ. എന്റെ വണ്ടി കണ്ടാ നീ? ഇല്ല, എന്റെ വണ്ടി പറഞ്ഞു. ആരാ? എന്റെ
പക്ഷേ ഞാൻ ഒന്നുകൂടിയും കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇനി ഡ്രോൺ എടുക്കാം. ഞാൻ ഇനി ഒന്നുകൂടിയും കാണിച്ചു തരാം. നീ എന്തിട്ടാടാ ആടാനും കാണിക്കണേ? ഞാൻ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കണേത്. ഇതേ കണ്ട ഗൈസ്, ഇടിച്ച് ഇവിടുന്ന് ഇങ്ങനെ ടൈറ്റാനിക് ഇടിച്ച് വീണ പോലെ തന്നെ ഒരു മല ഒരു കല്ലുമ്മ ഇടിച്ച് കയറിയത് അല്ലേടാ? മാമ ഒരു പൊട്ടമാമൻ തന്നെ. ഓ, അപ്പോ ഇവിടെ ഉള്ളവരെന്തായാലും മരിച്ചിട്ടുണ്ടാവൂലേടാ കുഞ്ഞിക്കൊരു. ബാക്കിയുള്ളവരൊക്കെ മരിച്ചെന്ന ന്യൂസിൽ കണ്ടേ. എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. കാരണം ആ റൂമുകളൊക്കെ ഉള്ളത് ആ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ ഉള്ള എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. മാമ റേഡിയോ ഓണാക്കി നോക്കട്ടെ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഷിപ്പിലുണ്ടായിരുന്ന പകുതി പേരെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് പോയിരുന്നു. ഫ്രണ്ടില് അവിടുത്തെ ആൾക്കാരും പൈലറ്റും ഉണ്ടായിരുന്നു. അവരെല്ലാം രക്ഷപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ലഭിച്ചത്. ഓഹോ, പകുതി പേര് രക്ഷപ്പെട്ടു മാമ. അപ്പൊ ഗൈസ്, ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ നമ്മൾ റോഡ് ടു 5 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാ. പൊട്ട മാമനാണ്, മാമൻ പൊട്ടനാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അവൻ എന്നെ കൊല്ലാൻ വന്നേക്കണ്. അപ്പൊ അടുത്ത വീഡിയോ